ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് പരിവാഹൻ്റെ സൈറ്റ് വഴി ഓണർഷിപ്പ് ചേഞ്ചിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഓണർഷിപ്പ് ചേഞ്ചിൻ്റെ വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്തില്ലാത്ത ഒരു പുതിയ അപ്ഡേഷൻ ഇപ്പോൾ സൈറ്റിൽ വന്നിട്ടുണ്ട്. അതായത് RC ബുക്കും ഇനി മുതൽ PVC രൂപത്തിലാക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് അടച്ചാണ് RC ബുക്ക് PVC രൂപത്തിലാക്കേണ്ടത്. ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൈറ്റാണ് പരിവാഹൻ. വന്നിരിക്കുന്ന പേജിലെ ആദ്യത്തെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ഏറ്റവും മുകളിലായിട്ട് ഓൺലൈൻ സർവീസസ് എന്ന് കൊടുത്തിരിക്കുന്നതിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ അപേക്ഷ സമർപ്പിക്കുന്ന വ്യക്തിയുടെ സ്റ്റേറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ഞാനിവിടെ കേരള എന്ന് സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന പേജിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വണ്ടി നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. പേജിൻ്റെ താഴെയുള്ള ഐ ആക്സെപ്റ്റ് ടു ഹാവ് എന്നുള്ള ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പേജിൽ വരുന്ന അലേർട്ട് നോട്ടിലും പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ വെഹിക്കിളുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്ന സേവനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നൽകിയിരിക്കുന്നത്. ടാക്സ് പേയ്മെൻറ്റ്, അതുപോലെ ഓണർഷിപ്പ് ചേഞ്ച്, ഫിറ്റ്നസ് ആപ്ലിക്കേഷൻ, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, RC റിന്യൂവൽ, കൺവേർഷൻ, അതുപോലെ തന്നെ RC ക്യാൻസലേഷൻ, ഓൾട്ടർനേഷൻ ഓഫ് വെഹിക്കിൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ അപ്ഡേഷനും ഇതിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഓണർഷിപ്പ് ചേഞ്ചിൻ്റെ ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. ഓണർഷിപ്പ് ചേഞ്ചിൽ തന്നെ 3 കാറ്റഗറി കാണിച്ചിട്ടുണ്ട്. ഓണർഷിപ്പ് ചേഞ്ച് ബൈ സെല്ലർ, ഓണർഷിപ്പ് ചേഞ്ച് ബൈ ബയ്യർ, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ സക്സഷൻ എന്നീ 3 ഓപ്ഷൻസ് ആണുള്ളത്. കുടുംബത്തിൽ തന്നെ ഉൾപ്പെട്ട വ്യക്തിക്ക് ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ സക്സഷൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക. അതല്ല വില കൊടുത്ത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തതാണെങ്കിൽ സെല്ലർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന പേജിൽ പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് അലേർട്ട് മെസ്സേജ് വരുന്നുണ്ട്. ഇതിൽ ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ വണ്ടി നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കുന്നതാണ്. ചേസസ് നമ്പറിൻ്റെ ലാസ്റ്റ് 5 ഡിജിറ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം വെരിഫൈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. വെരിഫൈ ഡീറ്റെയിൽസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പേജ് ലോഡ് ആയി വരുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. യൂസിങ് മൊബൈൽ OTP, യൂസിങ് ആധാർ. മൊബൈൽ OTP യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഡോക്യുമെൻറ്റ്സ് നേരിട്ട് RTOയിൽ എത്തിക്കുകയും വേണം. അതല്ല ആധാർ OTP യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈനായിട്ട് മാത്രം ചെയ്താൽ മതി. ഡോക്യുമെൻറ്റ്സ് ഡയറക്റ്റ് RTOയിൽ എത്തിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ആധാർ OTP യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആധാർ OTP ഓപ്ഷൻ ചൂസ് ചെയ്ത് അപേക്ഷകൻ്റെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ആധാർ OTP യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അപേക്ഷകൻ്റെ പേര്, അതായത് നിലവിലുള്ള ഉടമയുടെ പേര് ആധാർ കാർഡിലും RCയിലും ഒരേപോലെ ആയിരിക്കണം. ആധാർ കാർഡും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്കുമായിരിക്കണം. എന്നാൽ മാത്രമാണ് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുക. ഓൾറെഡി ഉള്ള ഉടമയുടെ ഫോണിലേക്ക് പോകുന്ന OTP അടിച്ചതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പേജിൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ട്രാൻസ്ഫറി ഡീറ്റെയിൽസ്, അതായത് ബയ്യറുടെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. പുതിയ ഓണറുടെ പേര് കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകുക. കാറ്റഗറി OBC ജനറൽ ഏതാണോ വരുന്നത് അത് കൃത്യമായിട്ട് നൽകുക. പുതിയ ഓണറുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. അതുപോലെ തന്നെ പുതിയ ഉടമയുടെ ഫാദർ അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസും കൂടി ടൈപ്പ് ചെയ്ത് നൽകണം. സെയിൽ എമൗണ്ടും അതുപോലെ സെയിൽ നടന്ന തീയതിയും സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് പേജിൻ്റെ ഏറ്റവും താഴെയുള്ള ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂവേഷൻ ചെയ്യാവുന്നതാണ്. വിവരങ്ങൾ നൽകി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആവുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് പ്രൊസീഡ് ചെയ്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകുന്നുണ്ട്. സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ നമ്പർ കാണിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം OK എന്ന് നൽകുക. OK കൊടുക്കുന്ന സമയത്ത് പേജ് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ഹോം പേജിലേക്ക് തന്നെ വരുന്നതാണ്. വീണ്ടും ഒന്നും കൂടി അപേക്ഷകൻ്റെ വണ്ടി നമ്പറും ഡിക്ലറേഷനും ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്ത് വീണ്ടും ഹോം പേജിലേക്ക് തന്നെ പ്രൊസീഡ് ചെയ്ത് വരാവുന്നതാണ്.
വിവരങ്ങൾ നൽകി പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ ഏറ്റവും മുകളിൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ ബയ്യർ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ബയ്യർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓൾറെഡി സെല്ലർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത സമയത്ത് ലഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്താണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി ഫസ്റ്റ് ആപ്ലിക്കേഷൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള KL എന്ന് തുടങ്ങുന്ന ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം വെരിഫൈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പേജിൽ വീണ്ടും ആധാർ OTP കൊടുക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ആധാർ OTP എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തതിന് ശേഷം പുതിയ ഉടമയുടെ, അതായത് ഇപ്പോൾ വാഹനം കൈമാറ്റം ചെയ്ത പുതിയ ഉടമ ആരാണോ ആ പുതിയ ഉടമയുടെ ആധാർ നമ്പറാണ് നൽകേണ്ടത്. പഴയ ഉടമയുടെയും പുതിയ ഉടമയുടെയും ആധാർ കാർഡും മൊബൈലുമായിട്ട് ലിങ്ക് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ആധാർ OTP എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുക. ഞാനിവിടെ വീണ്ടും ആധാർ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം ഡിക്ലറേഷൻ ബോക്സ് ക്ലിക്ക് ചെയ്ത് ഗെറ്റ് OTP കൊടുത്തിട്ടുണ്ട്. പുതിയ ഉടമയുടെ ഫോണിലേക്ക്, ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഫോണിലേക്ക് ഒരു OTP മെസ്സേജ് വരുന്നതാണ്. ഈ ഒരു OTP മെസ്സേജ് ഇവിടെ കൃത്യമായി ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഡിഫോൾട്ടായിട്ട് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ആയിട്ടുണ്ടാകും. പേജിൻ്റെ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. താഴെയായിട്ട് നിലവിലെ ഉടമയുടെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അതായത് ഓൾറെഡി ആധാർ കാർഡ് കൊടുത്ത് ചെയ്തതുകൊണ്ട് തന്നെ എന്താണോ ആധാർ കാർഡിലുള്ള അഡ്രസ്സ് അത് തന്നെയായിരിക്കും വന്നിട്ടുണ്ടാകുക. കറണ്ട് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനിലാണ് ഇത് വന്നിട്ടുണ്ടാകുക. പെർമനൻ്റ് അഡ്രസ്സും ഇതുപോലെ തന്നെ ഒന്ന് സെലക്ട് ചെയ്തോ അതല്ല എങ്കിൽ വ്യത്യാസമുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തോ നൽകേണ്ടതാണ്. ആഡ് നോമിനി ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ട്. നോമിനിയെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എസ് കൊടുത്ത് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇല്ല എങ്കിൽ നോ എന്ന് കൊടുക്കുക. പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും സെയിം തന്നെയാണെന്നുണ്ടെങ്കിൽ സെയിം ആസ് ഓപ്ഷൻ സൈറ്റിൽ അവൈലബിൾ ആണ്. സെയിം ആസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. പാൻ നമ്പർ മാൻഡേറ്ററി അല്ല, ഇമെയിൽ ID യും മാൻഡേറ്ററി അല്ല, അവൈലബിൾ ആണെങ്കിൽ മാത്രം നൽകാവുന്നതാണ്. ഞാനിവിടെ ഇമെയിൽ ID ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകുന്നുണ്ട്. അതിനുശേഷം സെയിം ആസ് കറണ്ട് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. പേജിൻ്റെ താഴെയായിട്ട് സെലക്ട് RTO ടു സബ്മിറ്റ് ദി ആപ്ലിക്കേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. പുതിയ അപേക്ഷകൻ്റെ, അതായത് പുതിയ ഓണറുടെ RTO പരിധി ഏതാണോ വരുന്നത് ആ RTO സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. നിലവിലെ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസും സൈറ്റിൽ കാണിക്കുന്നതാണ്. അതുപോലെ പൊല്യൂഷൻ ഡീറ്റെയിൽസും സൈറ്റിൽ വരുന്നതാണ്. ഫീ പാനൽ എന്ന് കാണിച്ചിരിക്കുന്ന ഭാഗത്ത് ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ RC ബുക്ക് നേരത്തെ പ്ലാസ്റ്റിക് ഫോർമാറ്റിലായിരുന്നു, അത് മാറി ഇനി മുതൽ നമുക്ക് PVC രൂപത്തിലാണ് ലഭിക്കുക. PVC ആക്കുന്നതിന് സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ വരുന്നില്ല. ഓണർഷിപ്പ് ചേഞ്ച്, അതുപോലെ തന്നെ അഡ്രസ് ചേഞ്ച് തുടങ്ങിയ ആപ്ലിക്കേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ഫീ പേയ്മെൻറ്റ് അടച്ചുകൊണ്ടാണ് PVC കാർഡിലേക്ക് മാറ്റാൻ സാധിക്കുക. പേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിക്ലറേഷനും ക്ലിക്ക് ചെയ്ത് കൺഫേം ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നെക്സ്റ്റ് വരുന്ന പേജിൽ സെലക്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഒന്ന് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്നുള്ള ഓപ്ഷനിൽ ട്രഷറി എന്ന് കൊടുക്കുക. അതിനുശേഷം ഐ ആക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻ കേസ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഫെയിൽ ആകാറുണ്ട്. ഇങ്ങനെ ഫെയിൽ ആകുകയാണെങ്കിൽ വീണ്ടും ആദ്യം മുതൽ തന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടതാണ്. അതായത് ഓണർഷിപ്പ് ചേഞ്ച് ബൈ സെല്ലർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് പുതിയ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ബയ്യർ എന്നുള്ള ഓപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് പ്രൊസീഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്താണ് പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് വരേണ്ടത്. പേയ്മെൻറ്റ് ഗേറ്റ്വേ കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആയിട്ട് നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഞാനിവിടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ 2 എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന GRN ജനറേറ്റഡ് എന്ന് കാണിച്ചിരിക്കുന്നതിൽ GRN നമ്പർ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ശേഷം വരുന്ന പേജിൽ വീണ്ടും പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ UPI ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UPI അഡ്രസ്സാണ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. UPI അഡ്രസ്സ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് ചെയ്ത് വാലറ്റ് ഓപ്പൺ ചെയ്ത് പേയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഫോംസ് പ്രിൻ്റ് ഔട്ട് എടുത്ത്
കൃത്യമായി സൈൻ ചെയ്ത് ഇത് വീണ്ടും സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പേയ്മെൻറ്റ് സക്സസ് ആയതിനു ശേഷം ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ ഫോം നമ്പർ 29 പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. ഇതിൽ സൈൻ ചെയ്യേണ്ടതുമാണ്. അതുപോലെ തന്നെ ഫോം നമ്പർ 13 പ്രിൻ്റ് ഔട്ട് എടുത്ത് സൈൻ ചെയ്യേണ്ടതാണ്. പ്രിൻ്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷനും പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഇത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫോംസ് ഒക്കെ കൃത്യമായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൈറ്റിൽ കൃത്യമായി തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഫോം നമ്പർ 29 എന്നുള്ള ഓപ്ഷനിൽ പഴയ ഉടമയാണ് സൈൻ ചെയ്യേണ്ടത്. ഫോം നമ്പർ 13 എന്നുള്ള ഓപ്ഷനിൽ പഴയ ഉടമയും പുതിയ ഉടമയും സൈൻ ചെയ്യാനുണ്ട്. ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് പഴയ ഉടമയും താഴെയുള്ള മറ്റ്, അതായത് ട്രാൻസ്ഫറി എന്ന് കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ പുതിയ ഉടമയുമാണ് സൈൻ ചെയ്യേണ്ടത്. റെസിപ്റ്റിൽ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും സൈറ്റിൽ നിന്ന് വീണ്ടും പ്രിൻ്റ് ഔട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായിട്ട് വണ്ടി നമ്പർ കൊടുത്ത് പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ ഏറ്റവും മുകളിൽ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ റീപ്രിൻ്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ നമ്പർ വൈസ് അല്ല എങ്കിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ വൈസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആപ്ലിക്കേഷൻ നമ്പർ വൈസ് ചെക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക. സെലക്ട് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഓൺലൈൻ സർവീസസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച സമയത്ത് ലഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിനു ശേഷം ക്യാപ്ച കോഡ് അടിച്ച് ഷോ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ പ്രിൻ്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ വീണ്ടും ഫോംസ് ഓപ്ഷൻ കാണിക്കുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഫോംസ് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഇതേ സെയിം ഓപ്ഷൻ യൂസ് ചെയ്ത് തന്നെയാണ് സൈറ്റിലേക്ക് ഡോക്യുമെൻറ്റുകളും അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. സൈറ്റിൽ തന്നെ പ്രിൻ്റ് ഫോമിൽ തൊട്ട് താഴെ സ്റ്റെപ്പ് 2 എന്നുള്ള ഓപ്ഷനിൽ അപ്ലോഡ് ഡോക്യുമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അലേർട്ട് മെസ്സേജ് ആണ് വരുന്നത്. അതിൽ ഡിക്ലറേഷൻ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് നൽകിയതിന് ശേഷം ഓക്കെ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സൈറ്റിൽ കൃത്യമായി തന്നെ കാണിച്ചിട്ടുണ്ട്. അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് പുതിയ ഉടമയുടെ അഡ്രസ് പ്രൂഫ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ്. ഇതിനായിട്ട് നമുക്ക് ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒറിജിനൽ RC ബുക്ക് അറ്റാച്ച് ചെയ്യണം. അതുപോലെ സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള ഫോം നമ്പർ 29, അതുപോലെ തന്നെ ഫോം നമ്പർ 30 തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതാണ്. ഡോക്യുമെൻ്റ് JPG ഫോർമാറ്റിലോ PDF ഫോർമാറ്റിലോ അറ്റാച്ച് ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ്. സൈറ്റിൽ ചൂസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. ശേഷം ഫയൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഫയൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഫയൽ നെയിം സ്പേസ് ഒന്നും ഇട്ട് നൽകരുത്. സ്പേസ് ഇല്ലാതെ ഒരു സിംഗിൾ ഫയൽ നെയിം നൽകുക. 001 എന്നോ അല്ലെങ്കിൽ ആധാർ എന്നോ മാത്രം നൽകിയതിന് ശേഷം പ്രൊസീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫയൽ നെയിം ചില സമയങ്ങളിലൊക്കെ എറർ കാണിക്കാറുണ്ട്. ഡോക്യുമെൻ്റ് അറ്റാച്ച് ആയതിനു ശേഷം അപ്ലോഡ് എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യണം. വന്നിരിക്കുന്ന കൺഫർമേഷൻ മെസ്സേജിൽ ഐ അഗ്രി എന്നുള്ള ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് നൽകിയതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കാവുന്നതാണ്. അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റ് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഏറ്റവും മുകളിൽ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ ആഡ് പെൻഡിങ് മോഡിഫൈ ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഡോക്യുമെൻ്റ് മാറ്റി നൽകാനും സാധിക്കുന്നതാണ്. ഡോക്യുമെൻറ്റുകളൊക്കെ കൃത്യമായി അറ്റാച്ച് ചെയ്ത് നൽകിയതിന് ശേഷം വേണമെങ്കിൽ സൈറ്റിൽ തന്നെയുള്ള ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത്, അതായത് സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിവ്യൂവും ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡോക്യുമെൻറ്റുകൾ അറ്റാച്ച് ആയതിനു ശേഷം പേജിൻ്റെ ഏറ്റവും താഴെയുള്ള പ്രൊസീഡ് ഫർദർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷ ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഹോം പേജ് എടുക്കുക. വണ്ടി നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്യുക. ഡിക്ലറേഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ വഴി വീണ്ടും പ്രൊസീഡ് ചെയ്ത് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ നോ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായി നൽകുക. ക്യാപ്ച കോഡ് നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയുടെ സ്റ്റാറ്റസ് സൈറ്റിൽ കാണിച്ചിട്ടുണ്ടാവും. ട്രാക്ക് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ്റെ ഫർദർ പ്രൊസീഡിങ്സ് സൈറ്റ് വഴി ചെക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്.
ആപ്ലിക്കേഷൻ അപ്രൂവൽ ആയ ശേഷം അപേക്ഷകന് പോസ്റ്റലായിട്ടായിരിക്കും പുതിയ RC ബുക്ക് ലഭിക്കുന്നത്. ആധാർ കാർഡിലുള്ള അതേ അഡ്രസ്സിലേക്കായിരിക്കും അപേക്ഷകന് RCയും ലഭിക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.